ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്കെല്ലാം ഇഷ്ടമുള്ളതും വളരെയധികം കൗതുകമുളവാക്കുന്നതുമായ ഒന്നായ ആലിപ്പഴത്തെക്കുറിച്ചാണ് കേട്ടോ. ആകാശത്ത് നിന്നും ഐസ് കഷ്ണങ്ങൾ വീഴുന്നത് എങ്ങനെയാണ്? ഈ ഒരു സംശയം എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ? ഇതിനെക്കുറിച്ച് വിശദമായി ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ട് അതൊന്ന് മനസ്സിലാക്കിയിരിക്കട്ടോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏകദേശം 5 മില്ലിമീറ്ററിനും 15 സെൻറ്റിമീറ്ററിനും ഇടയ്ക്ക് വ്യാസമുള്ള ഹെയിൽ സ്റ്റോൺ എന്ന് വിളിക്കുന്ന ഐസ് കഷ്ണങ്ങൾ പെയ്യുന്നതിനെയാണ് ആലിപ്പഴം പെയ്ത്ത് എന്ന് പറയുന്നത്. ഇത് സാധാരണയായി മഴ പോലെ കൂടുതൽ സമയം നീണ്ടു നിൽക്കാറില്ല എന്നതാണ് വസ്തുത. തണ്ടർ സ്റ്റോൺസ് എന്ന് വിളിക്കുന്ന വളരെ ശക്തമായ ഇടിയോടുകൂടിയ മഴയുള്ള സമയത്ത് ക്യുമുലോനിംബസ് മേഘങ്ങളിലാണ് സാധാരണയായി ആലിപ്പഴങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരം മഴമേഘങ്ങൾക്കുള്ളിൽ സാധാരണയായി മുകളിലേക്കും താഴേക്കുമൊക്കെ ശക്തമായ വായുപ്രവാഹവും ഉണ്ടായിരിക്കും കേട്ടോ. ശക്തമായ ഈ മുകളിലേക്കുള്ള വായുപ്രവാഹം മൂലമാണ് സാധാരണയായി ആലിപ്പഴം രൂപപ്പെടുന്നത്. ചുരുങ്ങിയത് 10 സെക്കൻഡിൽ മുതൽ 15 മീറ്റർ വരെ വേഗതയുള്ള വായുപ്രവാഹം വേണം ആലിപ്പഴം രൂപപ്പെടാൻ. ഇത്തരത്തിൽ ശക്തി കൂടിയ വായുപ്രവാഹത്തിൽ പെടുന്ന ഈ മഴത്തുള്ളികൾ മേഘത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തെത്തുകയും വളരെ ഉയരം കൂടിയ ഈ അന്തരീക്ഷ ഭാഗത്ത് താപനില വളരെ കുറവായതിനാൽ തന്നെ അവിടെ എത്തുന്ന മഴത്തുള്ളികൾ തണുത്തുറഞ്ഞ് ഐസാകുകയും ചെയ്യുന്നു. എന്നാൽ ഈ മേഘത്തിനകത്തുണ്ടല്ലോ, ഈ മഴത്തുള്ളിയെ കൂടാതെ അതിനേക്കാളും ഒരു 100 മടങ്ങെങ്കിലും ചെറിയ മേഘകണങ്ങൾ എന്ന് വിളിക്കുന്ന വളരെ ചെറിയ ജലഗണങ്ങൾ കൂടി ഉണ്ടാവും. ഇവ വളരെ ചെറുതായതുകൊണ്ട് തന്നെ താഴോട്ട് വീഴാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയും ചെയ്യും. ഐസായി മാറിയ ഈ മഴത്തുള്ളിയുടെ പുറത്ത് ഇത്തരത്തിലുള്ള ധാരാളം മേഘകണങ്ങൾ പറ്റിപ്പിടിക്കുകയും തണുത്തുറയുകയും അങ്ങനെ ഐസ് കഷ്ണത്തിന് വലിപ്പം വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം 1 ദശലക്ഷം മേഘകണങ്ങൾ ചേർന്നിട്ടാണ് ഒരു മഴത്തുള്ളി ഉണ്ടാകുന്നത് എന്നാണ് കണക്ക്. എന്നാൽ ഏകദേശം 100 കോടി മേഘകണങ്ങൾ ചേർന്നാണ് ഒരു ആലിപ്പഴം ഉണ്ടാകുന്നത്. ഒരാലിപ്പഴം മേഘത്തിനകത്ത് രൂപപ്പെടാൻ ഏകദേശം 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ എടുക്കും കേട്ടോ. തുടർച്ചയായി മേഘകണങ്ങൾ പറ്റിപ്പിടിച്ച ആലിപ്പഴം വലുതാകും തോറും കനം കൂടുകയും മുകളിലേക്കുള്ള പ്രവാഹത്തിൽ തങ്ങി നിൽക്കാൻ കഴിയാതെ ഗുരുത്വാകർഷണം മൂലം താഴോട്ട് പതിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വന്ന് പതിക്കുന്നതാണ് നമ്മൾ ആലിപ്പഴം വീഴ്ചയായിട്ട് കാണുന്നത്. താഴോട്ട് വരും തോറും അന്തരീക്ഷ ഊഷ്മാവ് കൂടുന്നത് കാരണം ആലിപ്പഴം ഉരുകാൻ തുടങ്ങുന്നു കേട്ടോ. വളരെ ചെറിയ ആലിപ്പഴം ആണെങ്കിൽ ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അത് മുഴുവൻ അരിഞ്ഞില്ലാതാകുന്നു. എന്നാൽ വലിയ ആലിപ്പഴങ്ങൾ പൂർണ്ണമായിട്ട് ഉരുക്കി തീരാതെ ഭൂമിയിലെത്തുമ്പോൾ നമ്മളത് ആലിപ്പഴമായിട്ട് കാണുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് കേട്ടോ ആലിപ്പഴം രൂപപ്പെടുന്നതും അത് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നതും ചെയ്യുന്നത്. അപ്പോൾ ഈ സംശയം എല്ലാവർക്കും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.